എൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ലോറയും ലൂക്കിയും കുരയ്ക്കാൻ തുടങ്ങും. പിന്നെ കണ്ടു കഴിയുമ്പോഴേ എനിക്കൊരാശ്വാസം. രാവിലെ കണ്ടിട്ട് പോകുന്നേ, പിന്നെ വൈകിട്ട് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ അകത്ത് കയറി 10 മിനിറ്റ് പത്രമൊക്കെ വായിച്ച് ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, റീൽസൊക്കെ കണ്ടു കഴിഞ്ഞൊക്കെ ഇരിക്കുക ഞാനിങ്ങനെ. അതിനുശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലോട്ട് പോയിട്ട് ഞാൻ നേരെ തുറന്നു നോക്കുന്നതെന്ന് വെച്ചാൽ ചോറുണ്ടോ കറിയുണ്ടോന്നോ, പിന്നെ അല്ലെങ്കിൽ വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇല്ല, കുറച്ച് പാത്രം മാത്രം കഴിയുള്ളൂ. എന്നാൽ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് പിന്നെയും നേരെ അടുക്കളയിലോട്ടാണ് കയറിയത്. എൻ്റെ ലോറയ്ക്കും ലൂക്കയ്ക്കുമുള്ള ചോറൊന്ന് എടുത്തു കൊടുക്കുക. അവർ വിശന്ന് കിടക്കല്ലേ, രാവിലെ കൊടുത്തിട്ട് പോകുന്നതല്ലേ, എന്തായാലും അവർക്കുള്ള ഫുഡ് എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. മീൻ കറി വെച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും എന്നെ വെക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ആ ചോറ് എടുത്ത് അവർക്ക് കൊടുക്കാനായിട്ട് പോയി. പിന്നെ അവരുടെ പാത്രങ്ങളിലാക്കി കൊടുത്ത് രണ്ടുപേർക്കും സെപ്പറേറ്റായിട്ട്. അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം. ഇവരുടെ വിശപ്പ് മാറിക്കഴിയുമ്പോഴാണ് നമുക്കത് സമാധാനമാകുന്നത്. ഞാൻ നേരെ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ട്. അത്യാവശ്യം അതെല്ലാം കഴുകി വെച്ചിട്ട് അടുക്കളയെല്ലാം അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കഴിക്കും. എനിക്ക് വിശക്കും ഇടയ്ക്കിടയ്ക്ക്. അത് ഞാനിങ്ങനെ ഈന്തപ്പഴമോ അവിടേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അതെല്ലാം എടുത്ത് ഞാനിങ്ങനെ കഴിക്കും. അത്യാവശ്യം അതെല്ലാം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ വയറ് നിറയും. പിന്നെ ഞാനൊരു ചായ ഇട്ട് കുടിക്കും. ഇതാണ് എൻ്റെ വൈകിട്ടത്തെ ചില നേരത്തെ ആഹാരങ്ങളൊക്കെ. അത് കഴിച്ച് ഞാൻ പിന്നെ കുറച്ച്